അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കിനി സൂറത്തു ഹൂദിലെ 31-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ അഖൂലു ലക്കും ഇൻദീ ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ഇന്നീ മലക് ولا أقول للذين تزدري أعينكم لن يؤتيهم الله خيرا الله أعلم بما في أنفسهم إني إذا لمن الظالمين. വലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നുമില്ല, ഇൻദീ എൻ്റെ അടുത്തുണ്ടെന്ന്, എൻ്റെ പക്കലുണ്ടെന്ന്, ഖസാഇനുല്ലാഹ് അല്ലാഹുവിൻ്റെ ഖജനാവുകൾ, വലാ അഅലമുൽ ഗൈബ എനിക്ക് അദൃശ്യകാര്യം അറിയുകയുമില്ല, വലാ അഖൂലു ഞാൻ പറയുന്നില്ല, ഇന്നീ മലക്കുൻ ഞാനൊരു മലക്കാണെന്ന് പറയുന്നില്ല, വലാ അഖൂലു ഞാൻ പറയുന്നുമില്ല, ലില്ലദീന തസ്ദരി അഅ്യുനുക്കും നിങ്ങളുടെ കണ്ണുകൾ നിസ്സാരമായി കാണുന്നവരെ സംബന്ധിച്ച്, നിന്ദിക്കുന്നവരെ സംബന്ധിച്ച്, ലൻ യുഅ്തിയഹുമുല്ലാഹു ഖൈറ അല്ലാഹു അവർക്ക് ഒരു നന്മയും ഒരു ഗുണവും നൽകുകയില്ല എന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹു അഅലമു അല്ലാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമാ ഫീ അൻഫുസിഹിം അവരുടെ മനസ്സുകളിലുള്ളതിനെ സംബന്ധിച്ച്. ഇന്നീ ഇദൻ ഞാൻ അങ്ങനെയൊക്കെയുള്ള നിലപാട് പറഞ്ഞാൽ, ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇന്നീ ഇദൻ ഞാൻ അപ്പോൾ ലമിനൽ ളാലിമീൻ അക്രമികളിൽ പെട്ടവനായിത്തീരും. ഒന്നുകൂടെ അർത്ഥം പറയാം. വലാ അഖൂലു ലക്കും ഞാൻ നിങ്ങളോട് പറയുന്നുമില്ല, ഇൻദീ എൻ്റെ അടുത്തുണ്ടെന്ന്, എൻ്റെ പക്കലാണെന്ന്, ഖസാഇനുല്ലാഹ് അല്ലാഹുവിൻ്റെ ഖജനാവുകൾ, വലാ അഅലമുൽ ഗൈബ എനിക്ക് അദൃശ്യ അഗോചര കാര്യങ്ങൾ അറിയുകയുമില്ല, വലാ അഖൂലു ഞാൻ പറയുന്നുമില്ല, ഇന്നീ മലക്കുൻ ഞാനൊരു മലക്കാണെന്നും പറയുന്നില്ല, വലാ അഖൂലു ലില്ലദീന തസ്ദരി അഅ്യുനുക്കും നിങ്ങളുടെ കണ്ണുകൾ നിന്ദിക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല, ലൻ യുഅ്തിയഹുമുല്ലാഹു ഖൈറ അവർക്ക് അല്ലാഹു ഒരു ഐശ്വര്യവും അല്ലെങ്കിൽ ക്ഷേമവും ഗുണവും നൽകുകയില്ലെന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹു അഅലമു അല്ലാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമാ ഫീ അൻഫുസിഹിം അവരുടെ മനസ്സുകളിലുള്ളതിനെ സംബന്ധിച്ച്. ഇന്നീ തീർച്ചയായും ഞാൻ ഇതൻ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ലമിനൽ ളാലിമീൻ അക്രമികളിൽ പെട്ടുപോകും. അങ്ങനെ എൻ്റെ കഴിവിലും പരിധിയിലും അറിവിലും പെടാത്തതൊക്കെ ഞാൻ നിങ്ങളോട് അവകാശപ്പെടുക എന്ന് പറയുന്നത് വലിയ അക്രമമാണ്. ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് ചെയ്യുകയുമില്ല. അർത്ഥം വ്യക്തമായിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ടാണ് ആശയം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ കാര്യം എടുത്തു പറയുന്നതിൽ ഒരു സംഗതി കൂടിയുള്ളത്, നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനത പറഞ്ഞത്, ഒരു പാവം, സാമ്പത്തിക ശേഷിയില്ല, സമൂഹത്തിൽ വലിയ സ്ഥാനവും മാനവും അതുമില്ല, പിന്നെ എങ്ങനെ ഇവൻ നബിയായത്? നമ്മൾ നോക്കും, നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും പ്രമാണിമാരാണ്, പ്രമുഖരാണ്, ധനാഢ്യരാണ്. അത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന് ഇഷ്ടമാണെന്നുള്ളതിന്, തൃപ്തിയാണെന്നുള്ളതിന്, പൊരുത്തമാണെന്നുള്ളതിന് തെളിവാണ്. നൂഹ് നബി അലൈഹി സ്വലാമയും അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഏതാനും ദുർബലരായ ദരിദ്രരായ പാവങ്ങൾ, അവർ വളരെ കഷ്ടിച്ച് പ്രയാസപ്പെട്ടാണ് ജീവിക്കുന്നത് തന്നെ. എന്നിട്ടിപ്പോൾ പറയാം നബിയാന്ന്.
ഇങ്ങനെ ഉണ്ടാകും നബിമാരാണെങ്കിൽ അല്ലാഹു തആല അതിനാവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. അങ്ങനെയല്ലേ? അത് ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ വാദം ശരിയല്ല, അവരോട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അവരോട് അള്ളാഹുക്ക് തൃപ്തിയില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോടാണ്, അത് തന്നെ ഇപ്പം ഞങ്ങളാണ് ശരിയായ വഴി. ഇങ്ങനെ ഒരു വാദമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അവർ വാദിച്ചിരുന്നല്ലോ പല ജാതി ഓരോ നബിമാരോടും അവർ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ നബി എന്ന് പറഞ്ഞ് വന്നാൽ പോരാ, അതിനുള്ള സാമ്പത്തിക ശേഷി എവിടെ? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് പ്രവർത്തന ഫണ്ട് എവിടെ? നിങ്ങൾക്ക് അള്ളാഹ് അനുവദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചെലവിന് തന്നെ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. പിന്നെ ഇങ്ങനെ ഒരാൾ നബിയാന്നും പറഞ്ഞ് ഞങ്ങളുടെ നേതൃത്വം കൈക്കലാക്കാനുള്ള ശ്രമമല്ലേ ഇത് എന്നൊക്കെയുള്ള തരത്തിൽ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് വല അഖൂലുലക്കും ഇൻദി ഖസാഇനുള്ള, അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ അടുക്കലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ സമ്പന്നനാണെന്നോ എനിക്ക് ആവശ്യമുള്ള സാമ്പത്തിക ശേഷി അല്ലാഹു തആല നൽകുമെന്നോ അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ അത് ഉണ്ടായി വരുമെന്നോ അങ്ങനെയുള്ള ഒന്നും ഞാൻ നിങ്ങളോട് അവകാശപ്പെട്ടിട്ടില്ല. അവനവൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നതും അവനവൻ്റെ പരിധിയിൽപ്പെടുന്നത് മാത്രമേ അവകാശപ്പെടാൻ പാടുള്ളൂ. ഞാൻ ചെയ്യാത്തൊരു കാര്യം, എനിക്കറിയാത്തൊരു കാര്യം, എൻ്റെ പക്കലില്ലാത്തൊരു കാര്യം ഞാൻ അവകാശപ്പെടാൻ പാടില്ല. പ്രവാചകന്മാരത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാമയും വ്യക്തമാക്കുകയാണ്, എൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ ഖജനാവ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാകണം എന്നത് നിങ്ങൾ വാദിച്ചതാണ്. ഒരു പ്രവാചകൻ സമ്പന്നനാകണം എന്നത് നിങ്ങളുടെ അഭിപ്രായമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. വല അഅലമുൽ ഗൈബ, പിന്നെ എനിക്ക് അദൃശ്യകാര്യമൊന്നും അറിയില്ല. അദൃശ്യകാര്യങ്ങളെ പലതരം കാര്യങ്ങൾ അവർ അന്വേഷിക്കുക, പലതരം കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുക, അത് ഞങ്ങളോട് പറഞ്ഞിട്ട് അല്ലാഹു തആല എപ്പോഴാണ് എനിക്ക് സൗകര്യം നൽകുക എന്നോ എന്നിലൂടെ എപ്പോഴാണ് അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെടുക എന്നോ ഈ വക കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല, ഞാനത് പറഞ്ഞിട്ടില്ല. എനിക്കതിനുള്ള കഴിവുള്ള അള്ളാഹ് തന്നിട്ടില്ല. ഗൈബ് പറഞ്ഞാൽ നമുക്കറിയാലോ, അദൃശ്യ കാര്യങ്ങൾ, അഗോചര കാര്യങ്ങൾ, അഭൗതിക കാര്യങ്ങൾ എന്നൊക്കെയാണ് ഞാൻ അർത്ഥം പറയാറുള്ളത്. അറിയും എന്നുള്ളൊരു വാദമുണ്ട്. അതെ, അത് ഈ പൂർവികരുടെ വാദം തന്നെയാണ്. അമ്പ്യാക്കൾക്കും ഔലിയാക്കന്മാർക്കും ഒക്കെ അള്ളാഹ് ഗൈബ് അറിയും. അറിയില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം വ്യക്തമാക്കിയതാണ്. അതിലൊരു സംശയമില്ല. ഇതാണ് ഈ ദുർവ്യാഖ്യാനം ചെയ്യുക, ജൂത ക്രൈസ്തവർക്ക് പറ്റിയ അപകടം, അബദ്ധം. അത് നമ്മളെ സമുദായത്തിലുള്ള ആൾക്കാരും പ്രചരിപ്പിക്കുകയാണ്. ഇല്ലാത്തൊരു കാര്യം പ്രചരിപ്പിച്ചിട്ട് എന്താ കിട്ടാനുള്ളത്? കുറേ പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു വാദം അവർക്കുണ്ടായിരുന്നു. അത് ഇവരൊക്കെ തന്നെ പ്രവാചകന്മാരുടെ പ്രതിയോഗികൾ ഉന്നയിച്ച വാദം. അത് നമ്മൾ മുഅ്മിനുകൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവർ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഖുർആനിനെ തള്ളിക്കളയുന്നതിന്, ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് തുല്യമാണ്. വല അഅലമുൽ ഗൈബ, ഇത് ഖുർആൻ പല സ്ഥലത്തും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. പല സ്ഥലത്തും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. പ്രവാചകന്മാർക്കോ റസൂലുമാർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ റസൂലുമാരാണല്ലോ ഏറ്റവും ഉന്നതരായ ആളുകൾ. മലക്കുകൾക്ക് അറിയില്ല, റസൂലുമാർക്ക് അറിയില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവരുടെ മേൽ ആരോപിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ സംശയത്തിന് പഴുതില്ലാതെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതന്നെ നൂഹ് നബി അലൈഹി സ്വലാമയെ പോലെയുള്ള ഉലുൽ അസ്മുകളിൽപ്പെട്ട റുസുലുകൾ എന്ന് പറഞ്ഞാൽ ഉലുൽ അസ്മുകളിൽപ്പെട്ട റുസുലുകൾക്ക് പോലും അറിയില്ല. വല അഅലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയില്ല. വല അഖൂലു ഇന്നി മലക്കുൻ, ഞാനൊരു മലക്കാ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, ഞാനൊരു മലക്ക്. അവർ ചിലപ്പോഴും പറയും, ഞങ്ങൾക്ക് എന്തുകൊണ്ട് മനുഷ്യനെ ദൂതനായിട്ട് നിയോഗിച്ചു, ഞങ്ങളിലേക്കൊരു മലക്കിനെ അയച്ചൂടെ? മലക്കുകളെ അയച്ചാൽ മനുഷ്യന്മാർക്ക് അവരെ പിന്തുടരാൻ പറ്റില്ല. കാരണം മലക്കുകൾ വേറൊരു വർഗമാണ്, വേറൊരു വിഭാഗമാണ്. മനുഷ്യർക്ക് അവരെ സ്വീകരിക്കുവാനോ അവരെ പിന്തുടരാനോ സാധ്യമല്ല. കാരണം അവർക്ക് തെറ്റുപറ്റാത്ത, മനുഷ്യൻ്റെ പ്രകൃതമേ അല്ലാത്ത ഒരു വിഭാഗം സൃഷ്ടികളാണ് മലക്കുകൾ. അപ്പോൾ ഞാനൊരു മലക്കാകണം ദൂതനായിട്ട് വരേണ്ടത്. അപ്പോൾ ഞാൻ മലക്കല്ല, അത് ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൽ കഹ്ഫിൻ്റെ അവസാനമൊക്കെ നമ്മൾ ഓതാറുണ്ട്. അവിടെ മാത്രമല്ല പല സ്ഥലത്തും ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ദൂതന്മാർ മനുഷ്യരാണ് എന്ന കാര്യം. ഭക്ഷണം കഴിക്കുന്നു, വിവാഹം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ തന്നെ ദൂതന്മാരായിട്ടുണ്ടാകുക. മനുഷ്യരിലേക്ക് മനുഷ്യരാണ് ദൂതന്മാരായിട്ടുണ്ടാവുക. വല അഖൂലു ഇന്നി മലക്കുൻ, വല മലക്ക് എന്ന വാക്കിനർത്ഥം ദൂതൻ തന്നെയാണ് കേട്ടോ. മലക്ക് എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം അതാണ്.
വലാ അഖൂലു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ലില്ലദി തസ്ദരി യസ്ദരി എന്ന അവഗണിക്കുക, നിന്ദിക്കുക, പുച്ഛിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കണ്ണുകൾ പുച്ഛിക്കാനൊക്കെ നമ്മൾ പറയില്ല, കണ്ണിന് ചെറുതായി, അവൻ്റെ കണ്ണിനൊരു ചെറുപ്പാണ്, നമ്മളെ സംബന്ധിച്ചൊക്കെ അവനൊരു ചെറുപ്പം തോന്നലാണെന്നൊക്കെ പറയാറുണ്ട്. അത് പുച്ഛിക്കലാണ്, അല്ലെങ്കിൽ നിന്ദിക്കലാണ്, അല്ലെങ്കിൽ അവഗണിക്കലാണ്. അങ്ങനെ നിങ്ങളുടെ കണ്ണുകൾ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന അല്ലെങ്കിൽ നിന്ദിക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ പറയുന്നുമില്ല ലൻ യഅ്തിയഹുമുല്ലാഹു ഖൈറ, അള്ളാഹുക്കൊരു ഖൈറും കൊടുക്കൂല. അതിപ്പോൾ പാവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ ആദ്യകാല അനുയായികളിൽ കൂടുതലും അസ്ഹാബു സുഫ അല്ലേ, മദീന പള്ളിയിൽ വേറെ താമസിക്കാൻ വീടില്ല, ജീവിക്കാൻ വഴിയില്ല, പലപ്പോഴും പട്ടിണിയാണ്. എന്നിട്ട് മദീനയിലെ പള്ളിയിൽ കഴിയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തുണ്ടായിരുന്ന കർഷകരായിട്ടുള്ള സൗകര്യമുള്ളവരോട് പറയില്ല, നിങ്ങൾ എന്തെങ്കിലും കിറ്റങ്ങൾക്കും തിന്നാൻ കൊണ്ടേ കൊടുക്കുന്നു. അങ്ങനെ 400ഓളം ആൾക്കാരുണ്ടായിരുന്നു മദീന പള്ളിയിൽ. മദീന പള്ളി തന്നെ ഇടുങ്ങിയ പള്ളിയോ ചെറിയ പള്ളിയോ അന്നത്തെ അവസ്ഥയിൽ. അവിടെയാണ് ഇവർ കഴിയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ നടപ്പാക്കുക, അദ്ദേഹം പറയുന്നത് പഠിക്കുക, അദ്ദേഹം പറയുന്നത് പ്രചരിപ്പിക്കുക, ദൗത്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക. ഇതൊക്കെ അപ്പോൾ ഇങ്ങനത്തെ സാധുക്കളുണ്ട്. അവരെ സംബന്ധിച്ച് മോശം ധാരണയാണ് ആളുകൾക്ക് ഉണ്ടാവുക. ആർക്ക്? പ്രതിയോഗികൾക്ക്. ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാമയുടെ കൂടെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർ പാപങ്ങളായതുകൊണ്ട് അള്ളാഹ്ക്ക് അവരോട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ പാപങ്ങളായത് അള്ളാഹ്ക്ക് അവരോട് ഇഷ്ടമല്ല എന്നുള്ളതിന് തെളിവാണെന്നൊക്കെ പറയുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം അവരോട് പറയും, നിങ്ങളിൽ നിന്ദിക്കുന്ന ചെറുതായി കാണുന്ന ആൾക്കാർക്ക് അള്ളാഹ് ഒരു ഖൈറും കൊടുക്കൂല. അള്ളാഹ് എന്ന് ഖൈറും കൊടുക്കുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് ഭാവിയിൽ അള്ളാഹു താല പല സൗകര്യങ്ങൾ കൊടുത്തേക്കാം. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്. എനിക്ക് ഖൈബ് അറിയില്ലല്ലോ. അള്ളാഹു അവരെ സൗകര്യപ്പെടുത്തുകയില്ല എന്ന്, അവർക്കൊരു ഖൈറും നൽകുകയില്ലെന്നും ഞാൻ വാദിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങളെ വകയായിട്ട് നിങ്ങളുണ്ടാക്കിയതാണ്. അള്ളാഹു അഅലമു ബിമാഫി നുഫൂസിഹിം, അവരുടെ മനസ്സുകളിലുള്ളത് അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുക. അവരുടെ വിശ്വാസത്തിൻ്റെ തീവ്രതയും വിശ്വാസത്തിൻ്റെ വിശുദ്ധിയും അതുപോലെ തന്നെ അവരുടെ നിഷ്കളങ്കതയും അതൊക്കെ അള്ളാഹുവിനാണ് അറിയുക. ഞാനതിലിടപെട്ട കാര്യമില്ല. അവർ പാവങ്ങളാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് അവരെ അവഗണിക്കാൻ പറ്റില്ല. അവരാണ് എന്നെ ആദ്യം സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഇന്നി ഇതല്ല മിനല്ലാലിം, ഇന്നി തീർച്ചയായും ഞാൻ ഇതൻ അപ്പോൾ, അതായത് ഇപ്പറഞ്ഞ മേൽത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കഴിവിലും അറിവിലും പെടാത്തത്, എൻ്റെ ഉത്തരവാദിത്വത്തിലും പെടാത്തത് ഞാൻ പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ലമിനല്ലാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോകൂലേ? അത് വലിയ അപകടമാണല്ലോ. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള നിലപാട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല, ചെയ്യുകയും ഇല്ല എന്നാണ് അവരെ സംശയത്തിനിടയില്ലാത്തവണ്ണം അവരെ ഉണർത്തുന്നത്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. വലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, ഖജനാവ് എന്നുള്ള വാക്ക് തന്നെയാണ് ഖസാന എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖസാഇൻ. അതിനാണ് ഈ ഖജനാവ് എന്നുള്ള പദം ഉണ്ടാവുന്നത്. ഞാൻ നിങ്ങളോട് എൻ്റെ അടുക്കലാണ് അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എന്ന് പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യകാര്യങ്ങൾ അറിയുകയുമില്ല. വലാ അഖൂലു ഇന്നി മലക്കുൻ, ഞാനൊരു മലക്കാണെന്നും ഞാൻ വാദിക്കുന്നില്ല. വലാ അഖൂലു ലില്ലദീന തസ്ദരി അയൂനുക്കും, നിങ്ങളുടെ കണ്ണുകൾ അവഗണിക്കുന്നവരെ അല്ലെങ്കിൽ നിന്ദിക്കുന്നവരെ അവരെ പുച്ഛിക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ പറയുന്നുമില്ല ലൻ യുഅ്തിയഹുമുല്ലാഹു ഖൈറാ, അള്ളാഹു അവർക്ക് ഒരു ഗുണവും അല്ലെങ്കിൽ ഒരു നന്മയും നൽകുകയില്ലെന്നും ഞാൻ പറയുന്നില്ല. അള്ളാഹു അഅലമു ബിമാഫി നുഫൂസിഹിം, അവരുടെ ബിമാഫി അൻഫുസിഹിം, അവരുടെ മനസ്സുകളിലുള്ളതിനെ സംബന്ധിച്ച് അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ഇനി തീർച്ചയായും ഞാൻ ഇതൻ അപ്പോൾ, എപ്പോഴാണ്? മേൽപ്പറഞ്ഞ കാര്യത്തിലുള്ള എൻ്റെ അധികാരത്തിലും അവകാശത്തിലും കഴിവിലും പെടാത്തത് എന്തെങ്കിലും ഞാൻ വാദിച്ചാൽ, ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പാവങ്ങളെ ഞാൻ അവഗണിച്ചാൽ, അത് ഇതൻ ഞാൻ അപ്പോൾ, അതാണ് ഇനി ഇതൻ അപ്പോൾ ലമിനല്ലാലിമീൻ, അക്രമികളിൽപ്പെട്ടവനായിത്തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥം, അവൻ്റെ ഖുർആൻ, അവൻ്റെ നിയമം, അവൻ്റെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മെല്ലാവരെയും തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മിനൽ ഖുർആനി മാ ജഹിൽനാ വദക്കിർനാ മിൻഹു മാ നുസീനാ വർസുഖ്നാ തിലാവതഹു ആനാഅൽ ലൈലി വഅത്റാഫൻ നഹാർ. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ